ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് കടന്നു വരുവാൻ ദൈവം ഇടയാക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ എഫേസ് ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായം, അതിനകത്തുനിന്ന് അപ്പോസ്തലനായ പൗലോസ് അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ആത്മീക അനുഗ്രഹമായിട്ട് താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ ആ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെയാണ് ദൈവവചനം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളാണ്. ഞാനൊന്നുകൂടെ വായിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ ദൈവം നമ്മെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴാണ് മുദ്രയിട്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പോഴാണത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സുവിശേഷം എന്നുള്ള സത്യവചനം, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മറ്റൊരു സുവിശേഷം എന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു നമ്മൾ നിന്നത്. നമ്മൾ പറഞ്ഞു, യഥാർത്ഥ സുവിശേഷമല്ലാതെ സാത്താൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ മറിച്ച് കളയുന്ന പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു സുവിശേഷം, അതേക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കാനായിട്ടിടയായിത്തീർന്നു. അവിടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, ആ സുവിശേഷം അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്, വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തിൻ്റെ കൂടെ പ്രവൃത്തികൾ കൂടെ വേണം എന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സന്ദേശത്തെയാണ് പുതിയ നിയമം മറ്റൊരു സുവിശേഷം എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗവും കൂടെ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് അത് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. യഥാർത്ഥ സുവിശേഷം അപ്പം അതിന് അപ്പുറത്തായിട്ട്, അല്ലെങ്കിൽ അതല്ലാതെ മറ്റെന്തെങ്കിലും വാഗ്ദത്തങ്ങളോ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ ഒക്കെ നമ്മുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അത് മറ്റൊരു സുവിശേഷമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ആ ഒരു വേദഭാഗത്തിലേക്ക് തന്നെ തിരിച്ച് നമുക്ക് വരാം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമായിരുന്നു നമ്മൾ വായിച്ചത്. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പം അവിടെ വേറൊരു സുവിശേഷത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ 4-ാം വാക്യം പറയുന്നതിന് മുൻപ് താൻ 3-ാം വാക്യത്തിൽ ഈ വേറൊരു സുവിശേഷത്തിൻ്റെ ഒരു അപകടം അവിടെ താൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു കളഞ്ഞതുപോലെ. അപ്പോൾ അതിൻ്റെ 2-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിലൂടെ പൗലോസ് ചെയ്തത് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാനായിട്ട്
അല്ലെങ്കിൽ ഏൽപ്പിക്കുവാനായിട്ട് വിവാഹ നിശ്ചയം ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് 3-ാം വാക്യത്തിൽ പറയുക, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഈ മറ്റൊരു സുവിശേഷം ഉണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, ക്രിസ്തുവിനെ മാത്രമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി, എന്ന് വെച്ചാൽ മറ്റാരെയും മറ്റൊന്നിനെയും ആഗ്രഹിക്കാത്ത, മറ്റൊന്നിനെയും വാഞ്ചിക്കാത്ത, മറ്റൊന്നിനെയും ഹൃദയത്തിൽ കൊണ്ട് നടക്കാത്ത ഒരു നിർമ്മല കന്യകയായി നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ, ഈ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന കൂട്ടർ ചെയ്യുന്ന രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത്, ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് ഇവരുടെ മനസ്സിനെ തെറ്റിച്ച് കളയുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തു മാത്രം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഏൽപ്പിക്കുവാനായിട്ട് ഒരു നിർമ്മല കന്യക, അപ്പം അവൻ്റെ പ്രത്യാശ, അവൻ്റെ പ്രതീക്ഷ ആ ക്രിസ്തുവുമായിട്ടുള്ള ആ വിവാഹമാണല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങിവരവെങ്കിൽ കർത്താവ് മടങ്ങി വരുമ്പോൾ അവനോടൊരുമിച്ച് എടുക്കപ്പെടുന്നതാണ് സുവിശേഷം നമുക്ക് നൽകുന്ന പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത്. അതിന് വിപരീതമായിട്ട് ആ നിർമ്മലതയിൽ നിന്ന്, ക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രതയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തെറ്റിച്ച് മറ്റേതെങ്കിലും മേഖലകളിലേക്ക് നമ്മുടെ മനസ്സിനെ, ചിന്തയെ കൊണ്ടുപോകുന്ന സന്ദേശങ്ങൾ, അത് മറ്റൊരു സുവിശേഷമാണെന്ന് അപ്പോസ്തലൻ പറയുന്നത്. നോക്കൂ, എന്താണ് 3-ാം വാക്യത്തിൽ പറഞ്ഞത്? സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. എന്താണ്? നമുക്കറിയാം, ദൈവം ആദമിനെ ഹവ്വയെയും ആ തോട്ടത്തിലാക്കിയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഭക്ഷിക്കാനായിട്ട് ഈ തോട്ടത്തിൻ്റെ നടുവിലുള്ള സകല വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അതിൻ്റെയൊക്കെ ഫലം നിങ്ങൾക്ക് കഴിക്കാം. എന്നാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമാണോ പ്രധാനം അതോ ഇതാണോ പ്രധാനം എന്നുള്ളൊരു തെരഞ്ഞെടുപ്പിലേക്ക് അവർ വന്ന സമയത്ത് സാത്താൻ അവരെ ചതിച്ചത്, അല്ലെങ്കിൽ സാത്താൻ ഹവ്വയെ ചതിച്ചത്, ദൈവത്തെക്കാൾ സ്ഥാനം ഈ പഴം തിന്നുന്നതിന് കൊടുത്തു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. അപ്പം ഇന്നും പലപ്പോഴും ഈ വേറൊരു സുവിശേഷത്തിലൂടെ പിശാച് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ക്രിസ്തുവിൻ്റെ വരവിങ്കിൽ എടുക്കപ്പെടുക എന്നുള്ള ആ കാര്യം മാറ്റി നിർത്തിയിട്ട്, ആ പ്രത്യാശ മാറ്റി നിർത്തിയിട്ട് മറ്റെന്തെല്ലാം കാര്യങ്ങളിലേക്കോ മറ്റേതൊക്കെയോ കാര്യങ്ങളിലേക്ക് വിശ്വാസികളുടെ മനസ്സിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഈ സുവിശേഷത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടത് എന്താണ്? കർത്താവ് തന്നെ കൊടുത്ത കൽപ്പന നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 46, 47, 48 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന എങ്ങനെയാണ്? ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുസലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. അപ്പം യേശുവിൻ്റെ നാമത്തിൽ എന്താണ് പ്രസംഗിക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ 47-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. ഇതാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. എന്താണ്? യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവുമാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. ഈ മാനസാന്തരത്തിലൂടെയും പാപമോചനത്തിലൂടെയും മനുഷ്യന് ലഭിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത്
പാപത്തിൻ്റെ ശിക്ഷയായിട്ടുള്ള നരകത്തിൽ നിന്ന് അവൻ വിടുവിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിൽ അവനോടൊരുമിച്ച് ആ കർത്താവ് ഒരുക്കുന്ന ആ നിത്യതയിൽ, ആ നിത്യസന്തോഷത്തിലേക്ക് അവൻ കടന്നു പോകുമെന്നുള്ളതാണ് സുവിശേഷം നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസംഗിക്കപ്പെടേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവുമാണ്. എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും അല്ല എന്നുള്ളതാണ് ഇന്നത്തെ സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. പകരം ഇന്ന് പലപ്പോഴും പ്രസംഗിക്കപ്പെടുന്നത്, ഇന്ന് 99%, പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം, ഞങ്ങളൊക്കെ പ്രായമായി, ഇന്ന് സുവിശേഷ പ്രഭാഷണ രംഗത്ത് അല്ലെങ്കിൽ കൺവെൻഷൻ പ്രസംഗ രംഗത്തൊക്കെ കയറി വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. കാരണം അവർ പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും അല്ല അവർ പ്രസംഗിക്കുന്നത്. അവർ പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യവും വിടുതലും ഭൗതിക അനുഗ്രഹങ്ങളുമൊക്കെയാണ് അവർ പ്രസംഗിക്കുന്നത്. ഇന്നത്തെ തലമുറ, ഇന്നത്തെ സഭ, ഇന്നത്തെ ലോകത്ത് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കപ്പെടുന്നത് ഇതൊക്കെയാണ്. അതിലൂടെ ജനത്തിൻ്റെ മനസ്സിനകത്തേക്ക് ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളുമൊക്കെ കുത്തി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൽ വിശ്വസിച്ചാൽ രോഗസൗഖ്യം ലഭിക്കുമെന്നും, യേശുവിൽ വിശ്വസിച്ചാൽ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നും, യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് ഭൗതികമായിട്ട് നേട്ടങ്ങളുണ്ടാകുമെന്നും, യേശു നിന്നെ ഭൗതികമായിട്ട് ഉയർത്തുമെന്നും, ഡോളർ തരുമെന്നും, പണം തരുമെന്നും ഒക്കെ പ്രസംഗിക്കപ്പെടുമ്പോൾ നിത്യതയിൽ നിന്ന് അവരുടെ മനസ്സിനെ മാറ്റിയെടുത്ത് ഈ ലോകത്തിലേക്ക് അത് കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് മറ്റൊരു സുവിശേഷമായത്, മറ്റൊരു സുവിശേഷമാണ്. പ്രസംഗിക്കപ്പെടേണ്ടത് ഇതല്ല. പ്രസംഗിക്കപ്പെടേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമല്ല. പ്രസംഗിക്കപ്പെടേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ വിടുതലല്ല. പ്രസംഗിക്കപ്പെടേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവുമാണ്. എന്നുവെച്ചാൽ രോഗസൗഖ്യത്തിന് ഞാൻ എതിരല്ല, പക്ഷെ പ്രസംഗിക്കപ്പെടേണ്ടത് അതല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സുവിശേഷം പ്രസംഗിക്കുക, പാപമോചനവും മാനസാന്തരവും പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. ഒരിക്കലും രോഗസൗഖ്യം പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല, രോഗികളെ സൗഖ്യമാക്കാനാണ് കർത്താവ് പറഞ്ഞത്. പ്രസംഗിക്കേണ്ടത് ദൈവരാജ്യവും മാനസാന്തരവും പാപമോചനവുമൊക്കെ പ്രസംഗിക്കേണ്ടത്. അത് പ്രസംഗിക്കപ്പെടുന്നിടത്ത് നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുക. പക്ഷെ ഇന്ന് പലപ്പോഴും നടക്കുന്നത് രോഗസൗഖ്യമാണ് പ്രസംഗിക്കപ്പെടുന്നത്. ഈ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പല പ്രസംഗങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാരുടെ പല പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊന്നും രോഗസൗഖ്യമോ ഭൗതിക വിഷയങ്ങളോ ഒന്നും അവർ പ്രസംഗിച്ചിട്ടില്ല. അവർ രോഗികളെ സൗഖ്യമാക്കി പ്രസംഗിച്ചത് ആത്മീക വിഷയങ്ങളാണ് അവർ പ്രസംഗിച്ചത്. അപ്പോസ്തലന്മാർ ലേഖനം എഴുതിയപ്പോൾ അവർ രോഗസൗഖ്യത്തെക്കുറിച്ചല്ല ലേഖനം എഴുതിയത്, ഭൗതിക വിടുതലുകളെക്കുറിച്ചല്ല അവർ ലേഖനം എഴുതിയത്, അവർ ആത്മീക വിഷയങ്ങളെക്കുറിച്ചാണ് ലേഖനം എഴുതിയത്. എന്നാൽ അവരുടെ ശുശ്രൂഷയിൽ അവർ രോഗികളെ സൗഖ്യമാക്കി രോഗസൗഖ്യം അവർ പ്രസംഗിച്ചില്ല. ഇന്ന് നേരെ തിരിച്ചാണ് നടക്കുന്നത്. ഇന്ന് പ്രസംഗം മുഴുവൻ ഭൗതികതയും ഇവിടെ പലതും നേടിയെടുക്കുന്നതുമൊക്കെ ആയിട്ട് മാറുമ്പോൾ അതിന് വിളിക്കാനായിട്ട് കഴിയുന്നത് മറ്റൊരു സുവിശേഷം എന്ന് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സാക്ഷാൽ സുവിശേഷം, യഥാർത്ഥ സുവിശേഷം നമുക്ക് നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് പാപമോചനമാണ്. അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. അപ്പം എന്താണ് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ സന്ദേശം? അപ്പം മറ്റൊരു സുവിശേഷം എന്നുള്ളതിൻ്റെ രണ്ട് മേഖലകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്ത വരും, എന്താണ് യഥാർത്ഥ സുവിശേഷം എന്നുള്ളത്. ഒരു വാക്യം നമുക്ക് വായിക്കാം.
അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പം എന്താ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കുക, ഇതാണ് സുവിശേഷം. സുവിശേഷം ഇതാണ്. എന്ത്? യേശുവിനെ ഓർക്കുക, യേശുവിനെ ഓർക്കുക, യേശുവിനെ ഓർക്കുക. അതാ സുവിശേഷം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സുവിശേഷമെന്ന് പറയുന്നത് അത് ഒരു ഫിലോസഫി അല്ല, ഒരു തത്വശാസ്ത്രമല്ല. സുവിശേഷമെന്ന് പറയുന്നത്, സുവിശേഷമെന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഏതെങ്കിലും സിദ്ധാന്തങ്ങളല്ല സുവിശേഷമെന്ന് പറയുന്നത്. സുവിശേഷമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സന്ദേശമല്ല. പിന്നെ സുവിശേഷമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പേഴ്സൺ, അതൊരു വ്യക്തിയാണ്. ആര്? യേശു. യേശു ആ വ്യക്തിയാണ് സുവിശേഷം. ഹി ഈസ് ദ ഗോസ്പൽ. അവനാണ് സുവിശേഷം. യേശുവാണ് സുവിശേഷം. സുവിശേഷം കേൾക്കുന്നവരുടെ മനസ്സിനകത്ത് സംഭവിക്കേണ്ടത്, ഗലാത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ, ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി അവരുടെ ഹൃദയങ്ങളിൽ വരച്ച് കിട്ടുകയാണ് ചെയ്യേണ്ടത്. നോട്ട് ആസ് എ ഹീലർ, സൗഖ്യം കൊടുക്കുന്നവനായിട്ടല്ല, വിടുതൽ കൊടുക്കുന്നവനായിട്ടല്ല, അനുഗ്രഹം വാരിക്കൂട്ടി കൊടുക്കുന്നവനായിട്ടല്ല, ഡോളറും യൂറോയും കൊടുക്കുന്നവനായിട്ടല്ല, ക്രൂശിക്കപ്പെട്ടവനായി കേൾവിക്കാരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതാണ് സുവിശേഷം. അപ്പം ഇവിടെ പറഞ്ഞത് യേശുവാണ് സുവിശേഷം. യേശുവാണ് സുവിശേഷം. ഇറ്റ്സ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണത്. ആ വ്യക്തിയുടെ ജീവിതത്തിലെ 3 സംഭവങ്ങൾ, യേശു എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ 3 സംഭവങ്ങൾ എന്തൊക്കെയാണ്? അവൻ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു, അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെ ഓർക്കുക എന്നുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതാണ് സുവിശേഷം. അതല്ലാതെ പ്രസംഗിക്കപ്പെടുന്ന മറ്റേത് സന്ദേശവും അതെല്ലാം മറ്റൊരു സുവിശേഷമാണത്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ അടുത്ത് നടക്കുന്ന ഒരു കൺവെൻഷനാണ്, ഭാരതപ്പുഴ കൺവെൻഷൻ എന്ന് പറയും. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൺവെൻഷനാണ്. അവിടെ വർഷങ്ങൾക്ക് മുൻപ് ഒരു കർത്താവിൻ്റെ ദാസൻ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹത്തെ ഒരു വലിയൊരു പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ IPCയുടെ ഒരു വലിയൊരു നേതാവ് അദ്ദേഹം, വലിയൊരു പ്രസംഗനാണ് അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിച്ച്. അന്ന് അദ്ദേഹം ആ കൺവെൻഷനിൽ പ്രസംഗിച്ചത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ആ കൺവെൻഷനിൽ പ്രസംഗിച്ചത് പഴയ നിയമത്തിൽ നിന്ന് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ആ സംഭവമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പം അദ്ദേഹം അതങ്ങോട്ട് പ്രസംഗിച്ച് എന്താണ് ഗോലിയാത്തിനെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും ഒക്കെ അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്ന് അവസാനം നമുക്കറിയാം എൻ്റെ ക്ലൈമാക്സ് വരുന്നത് ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നു. അതാണ് എൻ്റെ ക്ലൈമാക്സ്.
അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വിശദീകരിച്ച് കൊണ്ടുവന്ന് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ആ സംഭവം മൊത്തം വളരെ മനോഹരമായിട്ട് വിശദീകരിച്ച് കൊണ്ടുവന്ന് അത് മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം കൺക്ലൂഷനിലേക്ക് വന്നപ്പോൾ പറഞ്ഞൊരു സംഭവമാണ് എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയത്. അദ്ദേഹം ചോദിച്ചു, ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? യേശു എന്നുള്ള ഒരു വാക്കുപോലും പറയാതെ 1.5 മണിക്കൂറത്തെ പ്രസംഗത്തിൽ ദാവീദിനെയും ഗോലിയാത്തിനെയും അഭിഷേകത്തെയും ഒക്കെ കുറിച്ചിങ്ങനെ പറഞ്ഞ് ജനത്തെ സ്പ്രിങ്ങിൽ നിർത്തിയ പ്രസംഗകൻ അത് കഴിഞ്ഞിട്ട് ചോദിക്കുക, ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ എത്ര പേരുണ്ടെന്ന്. ഞാൻ അന്തം വിട്ടുപോയി. അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് അന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു 10-25 പേര് കൈ പൊക്കി എന്നുള്ളതാണ്. അതെന്നാ സ്വീകരണമായിരുന്നെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ കേട്ടിട്ട് രക്ഷിക്കപ്പെടുന്ന പരിപാടി എന്താണെന്ന് എനിക്കിന്നും പിടികിട്ടിയിട്ടില്ല. ദാറ്റ് ഈസ് നോട്ട് ദ ഗോസ്പൽ. അത് സുവിശേഷമല്ല. അത് കേട്ട് രക്ഷിക്കപ്പെടാൻ ആർക്കും കഴിയില്ല. സുവിശേഷമെന്ന് പറയുന്നത് അത് യേശുവാണ്. ജനിച്ച ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിച്ച മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശു, അതാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. ആ യേശുവിനെയാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. ഏത് യേശുവിനെ? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ. പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് രോഗം സൗഖ്യമാക്കുന്ന ക്രിസ്തുവിനെ അല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് വിടുവിക്കുന്ന ക്രിസ്തുവിനെ അല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് അടയാളം കാണിക്കുന്ന ക്രിസ്തുവിനെ അല്ല. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. അതാണ് സുവിശേഷം. അപ്പം യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ 3 സംഭവങ്ങളാണ് സുവിശേഷത്തിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്താണ് യേശുവിൻ്റെ ജനനം? അവിടെ പറയുന്നു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചവൻ. എന്താ ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? 2 അർത്ഥങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, അവൻ എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നു. അപ്പം യേശുവിൻ്റെ ജന്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യേശുവിൻ്റെ ആരംഭം ഒരിക്കലും അവൻ്റെ ജനനത്തിലെങ്കിലല്ലായിരുന്നു. അതിനു മുൻപേ യേശുവിൻ്റെ അസ്തിത്വം നിലവിലുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇൻ ദ ബിഗിനിങ് ദർ വാസ് വേർഡ് ആൻഡ് ദ വേർഡ് വാസ് ഗാഡ്. ആദിയിൽ, ഇൻ ദ ബിഗിനിങ്. സമയം എപ്പോഴാണോ ആരംഭിക്കുന്നത് അപ്പോൾ മുതൽ ദ വേർഡ് വാസ് ദർ, വചനം അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14 നമ്മൾ വായിക്കുന്നു, ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം അവൻ ജഡം ധരിച്ച് ഭൂമിയിൽ വന്നപ്പോഴല്ല അവൻ്റെ ആരംഭമെന്ന് പറയുന്നത്. അതിനു മുൻപേ ക്രിസ്തുവിൻ്റെ അസ്തിത്വമുണ്ടായിരുന്നു. അവൻ വചനമായി, ദൈവമായി, അവൻ ദൈവത്തോടുകൂടെ പിതാവിനോടുകൂടെ ഇരിക്കുന്നവനായിരുന്നു. അവൻ, ആ വചനം, അവൻ ജഡമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നവനാണ്. പ്രിയമുള്ളവരെ, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6,
7-8 വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ മനോഹരമായിട്ടൊരു ഭാഗം പറയുന്നുണ്ട്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 2:6-7-8. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പം യേശു അവൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് അവന് അസ്തിത്വമുണ്ടായിരുന്നു, അവന് പ്രീ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ? 6-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗാഡ്. അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു. എപ്പോൾ? ആദിയിൽ, ഇൻ ദ ബിഗിനിങ്. യോഹന്നാൻ്റെ സുവിശേഷം 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗാഡ്. അവൻ ദൈവത്തിൻ്റെ രൂപത്തിൽ ദൈവമായിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്നു. ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗാഡ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് വെച്ചാൽ ആസ് ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗാഡ്, ആസ് ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗാഡ്, അവൻ ദൈവരൂപത്തിലായിരിക്കെ. എപ്പോൾ? ആദ്യം മുതൽ. ആദി എന്ന് പറഞ്ഞാൽ എപ്പോഴാ? നിങ്ങളെപ്പോഴാണോ സമയം പറയുന്നത് അപ്പോൾ മുതൽ. അതിനു മുൻപ് അതാണാദി, അതിനു മുൻപ് അതാണാദി. നിങ്ങൾക്ക് എത്ര പുറകോട്ട് പറയാൻ കഴിയുമോ അതാണാദി. അപ്പോൾ മുതൽ, അപ്പോൾ അവൻ ദൈവരൂപത്തിൽ കണ്ടിന്യൂ ചെയ്യായിരുന്നു, ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് യേശുവിൻ്റെ ആരംഭം പറയാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് യേശുവിൻ്റെ ആരംഭം പറയാനായിട്ട് കഴിയില്ല. കാരണം നിങ്ങൾ ആരംഭം എവിടെ കൊണ്ടുവച്ചാലും അതിനു മുമ്പാണ് ആദി. അപ്പോഴേ അവനുണ്ടായിരുന്നു. എങ്ങനെ? ഇൻ ദ ഫോം ഓഫ് ഗോഡ്. ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്. അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരിക്കെ എന്തു ചെയ്തു? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്നവൻ വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ അവൻ ദൈവത്തോടുള്ള സമത്വം, ഹി വാസ് ഈക്വൽ വിത്ത് ഗോഡ്. എന്താ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ ഈക്വാലിറ്റി? എന്താ സമത്വം? There is no inferiority, superiority between father and son. പിതാവും പുത്രനും തമ്മിൽ, അവർ തമ്മിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ല. ഇന്ന് ചിലരൊക്കെ പഠിപ്പിക്കുന്നത് യേശു പിതാവിൻ്റെ ഒരു സബോർഡിനേറ്റ് ഗോഡാണെന്നാണ് പഠിപ്പിക്കുന്നത്. അല്ല, ഹി വാസ് ഈക്വൽ. ഈക്വാലിറ്റി, സമത്വം, ദൈവത്തോടുള്ള സമത്വം, ദൈവത്തിൻ്റെ ഫോം, ദൈവത്തിൻ്റെ രൂപത്തിലിരിക്കെ, ദൈവത്തോട് സമത്വത്തിലിരിക്കെ അവൻ എന്ത് ചെയ്തു? ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യണം എന്ന് കർത്താവ് വിചാരിച്ചില്ല. ഇഫ് ഹി വാണ്ട്, ഹി ക്യാൻ കണ്ടിന്യൂ ഇൻ ദാറ്റ്. അവന് വേണമെന്ന് വെച്ചാൽ അതിനകത്ത് തുടരാമായിരുന്നു. പക്ഷേ അവൻ്റെ ഡിസിഷൻ ഞാനിതിനകത്ത് തുടരുന്നില്ല എന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് ഓൺലി ഹിസ് ഡിസിഷൻ, വേറെ ആരുടെയും ഡിസിഷൻ അല്ല. എന്ന് വെച്ചാൽ സ്വന്തം കാര്യത്തെക്കുറിച്ച് സ്വയമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള അധികാരം അവനുണ്ടായിരുന്നു. ഹി ക്യാൻ ഡിസൈഡ്. മറ്റാരുമല്ല തീരുമാനിച്ചത്, അവൻ സ്വയമായിട്ട് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ യേശുവിൻ്റെ മനുഷ്യാവതാരം തീരുമാനിച്ചത് ഹി ഹിംസെൽഫ്, അവൻ സ്വയമായിട്ടാണ് തീരുമാനിച്ചത്. ഓഫ് കോഴ്സ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലയിടത്ത് വായിക്കുന്നുണ്ട് പിതാവ് തൻ്റെ പുത്രനെ അയച്ചെന്ന്. പക്ഷേ
പിതാവ് അയച്ചെങ്കിലും തീരുമാനമെടുത്തത് പിതാവല്ല, തീരുമാനമെടുത്തത് അവനാണ്. കാരണം അവൻ ദൈവത്തോട് ഇക്വാലിറ്റി ഉണ്ടായിരുന്നു, അവന് തീരുമാനമെടുക്കാമായിരുന്നു. അതിനാരുടെയും കൽപ്പന അനുസരിക്കുകയല്ല അവൻ ചെയ്തത്. ഹി ഡിസൈഡഡ് ഹിംസെൽഫ്. അവൻ അങ്ങനെ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ദൈവത്തോടുള്ള ഈക്വാലിറ്റി, സമത്വം ഞാൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ദാസരൂപം എടുത്തു. നോക്കൂ, എടുത്തു. ഹി ടുക്ക് സെർവൻഹുഡ്, ദ ഫോം ഓഫ് എ സെർവൻറ്റ്. അവൻ എടുത്തു സ്വയമായിട്ട്. ആരും അവൻ്റെ മേൽ കെട്ടിവെച്ചതല്ല, ആരും അവനോട് കൽപ്പന കൊടുത്തതല്ല. ഹീ ഡിസൈഡഡ് ആൻഡ് ഹീ പെർഫോംഡ് ഇറ്റ്. അവൻ തീരുമാനിച്ചു, അവനത് നടപ്പിലാക്കി. ദാറ്റ് ഈസ് ഗോഡ്. അതാണ് ദൈവം. നമ്മൾ നേരത്തെ ഈ എഫേസ്യ ലേഖനത്തിൻ്റെ പഠനത്തിൽ നമ്മൾ പറഞ്ഞു, തൻ്റെ ഹിതത്തിൻ്റെ പ്രസാദപ്രകാരം സകലവും ചെയ്യുന്നവനാണവൻ. മറ്റാരോടും ആലോചന ചോദിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. സോ ആസ് ഗാഡ്, ദൈവം എന്നുള്ള നിലയിൽ യേശു അവൻ തീരുമാനമെടുത്തു, അവനത് നടപ്പിലാക്കി. അവൻ ദാസരൂപം എടുത്തു, സ്വയമായിട്ട് അവൻ എടുത്തു. ആരും അവനെ ദാസനാക്കിയതല്ല, ആരും അവനെ ദാസനാകാൻ നിർബന്ധിച്ചതല്ല, ആരുടെയെങ്കിലും പ്രേരണപ്രകാരമോ നിർബന്ധപ്രകാരമോ അല്ല. അവൻ സ്വയമായിട്ട് ദാസരൂപം എടുത്തു. എന്നിട്ട് മനുഷ്യ സാദൃശ്യത്തിലായി. ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നവൻ. സ്വയമായി അവൻ മനുഷ്യൻ്റെ രൂപത്തിലേക്ക് മാറി. നോക്കൂ, ആ രൂപത്തിൻ്റെ മാറ്റം. അവൻ ദൈവരൂപത്തിലിരിക്കുകയായിരുന്നു, പക്ഷേ അവിടുന്ന് അവൻ മനുഷ്യൻ്റെ രൂപത്തിലേക്ക് മാറി, തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. തന്നെത്താൻ അവൻ ശൂന്യനാക്കി. എന്ന് വെച്ചാൽ അവന് ദൈവമെന്നുള്ള നിലയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് മുഴുവൻ അവൻ വേണ്ടെന്ന് വെച്ചു. അവൻ സർവജ്ഞാനിയായിരുന്നു, അവനത് മാറ്റിവെച്ചു. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞിട്ടും അവൻ അത്തിപ്പഴം അന്വേഷിച്ചത് ആ സർവജ്ഞാനിത്വം അവൻ മാറ്റിവെച്ചത് കൊണ്ടാണ്. പിതാവ് വച്ചിരിക്കുന്ന നാളും നാഴികയും പുത്രൻ അറിയില്ലെന്ന് അവൻ പറഞ്ഞത് ആ സർവജ്ഞാനിത്വം അവൻ മാറ്റിവെച്ചത് കൊണ്ടാണ്. അവൻ വിശന്നത്, അവൻ കരഞ്ഞത്, അവൻ ഉറങ്ങിയത്, അതെല്ലാം ആ ദൈവീക ഗുണവിശേഷങ്ങൾ അവൻ മാറ്റിവെച്ചത് കൊണ്ടാണ്, ഒഴിച്ചത് കൊണ്ടാണ്. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി അവൻ ഒരു പെർഫെക്റ്റ് മനുഷ്യനായിട്ട് മാറി. The perfect God became a perfect man. പൂർണ്ണ ദൈവം ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് മാറി. എന്ന് വെച്ചാൽ that doesn't mean that his personality was changed. അവൻ്റെ ദൈവം എന്നുള്ള പേഴ്സണാലിറ്റി മാറി എന്നല്ല പറഞ്ഞത്. ഹിസ് ഫോം വാസ് ചേഞ്ച്ഡ്. അവൻ്റെ രൂപം മാറി. അവൻ്റെ ദൈവിക ഗുണവിശേഷങ്ങളൊക്കെ അവൻ മാറ്റിവെച്ചു. ഞാൻ പറയുന്നത്, ഒരു ചക്രവർത്തി തൻ്റെ പ്രജകളെ സന്ദർശിക്കേണ്ടതിന് തൻ്റെ രാജവസ്ത്രവും കിരീടവും സിംഹാസനവുമൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു സാധാരണ വ്യക്തിയുടെ വേഷം ധരിച്ച് അവൻ പ്രജകളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവന് കിരീടം ആ സമയത്തില്ലെങ്കിലും അവൻ രാജാവ് തന്നെയാണ്. സിംഹാസനമില്ലെങ്കിലും അവൻ രാജാവ് തന്നെയാണ്. രാജവസ്ത്രമില്ലെങ്കിലും അവൻ രാജാവ് തന്നെയാണ്. അവൻ കിരീടമുള്ളത് കൊണ്ട് രാജാവായതല്ല, രാജാവായതുകൊണ്ട് കിരീടമുള്ളത്. കിരീടമില്ലെങ്കിലും അവൻ രാജാവ് തന്നെയാണ്. യേശുമിതാ ചെയ്തത്. ഹി വാസ് ഗാഡ്. അവൻ ദൈവമായിരുന്നതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവനതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചാലും അവൻ ദൈവമല്ലാതാകുന്നില്ല. ഹി വാസ് ഗാഡ് ഹിംസെൽഫ്. അവൻ ദൈവം തന്നെയായിരുന്നു. അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. നോക്കൂ, യേശു ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചെന്ന് പറയുമ്പോൾ അവൻ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ആ സ്വർഗം വെടിഞ്ഞ്
സ്വർഗമഹിമകൾ വെടിഞ്ഞ്, സ്വർഗത്തിലെ സകല സൗഭാഗ്യങ്ങളും വെടിഞ്ഞ്, ദൈവമെന്നുള്ള തൻ്റെ പദവി വെടിഞ്ഞ്, ദൈവത്തോടുള്ള ഈക്വാലിറ്റി വെടിഞ്ഞ്, സമത്വം വെടിഞ്ഞ്, സകലതും വേണ്ടെന്ന് വെച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മെ ആ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. യേശുവിൻ്റെ ജനനം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നതാണ്, അവൻ എനിക്ക് വേണ്ടി സകലതും വേണ്ടെന്ന് വെച്ചവൻ. സകലതും വേണ്ടെന്ന് വെച്ചവൻ. പ്രിയമുള്ളവരെ, ഈ യേശുവിന് വേണ്ടി നമ്മളെന്ത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്? നമ്മളിന്നും യേശുവിൻ്റെ പേരിൽ പലതും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ യേശു നമുക്ക് വേണ്ടി സകലതും വേണ്ടെന്ന് വെച്ചവനാണ്. ആ എനിക്ക് വേണ്ടി സകലതും വേണ്ടെന്ന് വെച്ച യേശുവിന് വേണ്ടി എനിക്ക് ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കാനായിട്ട് തീരുമാനിക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയതെന്നാണ് നമ്മൾ പറയുന്നത്. അതിനെങ്ങനെ? ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കപ്പെടുന്നത് യേശുവിനെ ഉപയോഗിച്ച് സകലതും ഉണ്ടാക്കാനല്ലേ പ്രസംഗിക്കപ്പെടുന്നത്. അതല്ല സുവിശേഷം, അത് മറ്റൊരു സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനം നമ്മോട് പറയുന്നത് നമുക്ക് വേണ്ടി സകലതും വേണ്ടെന്ന് വെച്ച യേശുവിനെയാണ്. ആ യേശു ഞാൻ ഇന്ന് രാത്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ച ചിന്തിക്കാം. പ്രിയമുള്ളവരെ, മറ്റൊരു സുവിശേഷത്തിലേക്ക് നാം പോകരുത്. മറ്റൊരു സുവിശേഷം പ്രസംഗിക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. സാക്ഷാൽ സുവിശേഷത്തിൻ്റെ സാക്ഷികളായിരിക്കാനാണ്. യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുവാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ മരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. എന്താണ് യേശുവിൻ്റെ ജനനം നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം? അവൻ നമുക്ക് വേണ്ടി സകലതും വേണ്ടെന്ന് വെച്ചു. ആ യേശുവിന് വേണ്ടി നമുക്കും ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.